ഡോക്ടർ മോഹൻ വർഗീസ്, നമുക്ക് രാഹുലിനെയും പ്രിയങ്കയെയും അവരുടെ കുടുംബത്തെയും എങ്ങനെയൊക്കെയാണ് ഇവിടെ ഭരണപക്ഷം എന്തൊക്കെ രൂപത്തിലാണ് വിളിക്കുന്നുള്ളത് നമുക്കറിയാമല്ലോ. സോണിയാഗാന്ധിയെ ഇപ്പോഴും ഇറ്റലിക്കാരി എന്ന് വിളിക്കുന്നവരുണ്ട്. രാഹുൽ ഗാന്ധിയെ ഒരു ഘട്ടം വരെ പപ്പു എന്ന് വിളിച്ചിരുന്നു, ഷേസാദ എന്ന് വിളിച്ചിരുന്നു, രാജകുമാരൻ എന്ന് പരിഹസിച്ചുകൊണ്ട്. അത് പ്രധാനമന്ത്രി എപ്പോഴും ഏത് പ്രസംഗത്തിലും ഈ അടുത്ത് പോലും അതാണ് പ്രയോഗിച്ചിരുന്നത്. അദ്ദേഹം ഈ രാജകുമാരൻ പ്രയോഗത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസം വളരെ വിശദമായി തന്നെ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം ഉണ്ടായിരുന്നു. തന്നെ ഇനി ആ രൂപത്തിൽ നിങ്ങൾ കാണരുത് എന്ന് വ്യക്തമായി പറയുന്ന രൂപത്തിൽ പ്രസംഗം നമ്മൾ കണ്ടാണ്. അപ്പോൾ ഇങ്ങനെയുള്ള വിളികളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അതിനിടയ്ക്കാണ് കോടതി നിന്നുള്ള പരാമർശം, നിങ്ങളൊരു ഇന്ത്യക്കാരനാണോ, ഒരു ഇന്ത്യക്കാരൻ ഇങ്ങനെ ചോദിക്കാമോ എന്ന്. അതിനെ എങ്ങനെ മനസ്സിലാക്കണം? സ്മൃതി, ഇവിടെ ഏതെങ്കിലും ലക്ഷ്മണ രേഖ അതിലംഘിച്ചുകൊണ്ട് കോടതിയോ പൊതുപ്രവർത്തകരോ പോകുന്നുണ്ടോ? ഇതാണ് കാതലായ വിഷയം. ഇവിടെ നോക്കൂ, ശ്രീ രാഹുൽ ഗാന്ധി നടത്തിയ പല പരാമർശങ്ങൾ ഒരു പ്രതിപക്ഷ നേതാവ് എന്ന നിലയിലെ പരാമർശങ്ങളല്ല ഇവിടെ തർക്ക വിഷയമായിരിക്കുന്നത്. രാഹുൽ ഗാന്ധി അന്ന് പ്രതിപക്ഷ നേതാവായിരുന്നില്ല. ഭാരത് ജോഡോ യാത്ര നടത്തുമ്പോൾ UPA-യുടെ ഒരു ഉന്നത നേതാവ് മാത്രമായിരുന്നു, കോൺഗ്രസ് നേതാവ് മാത്രമായിരുന്നു. അദ്ദേഹം തലമുതിർത്ത കോൺഗ്രസ് നേതാവ് തന്നെയാണ്, അതിൽ സംശയമൊന്നുമില്ല. പക്ഷേ പ്രതിപക്ഷ നേതാവ് റെസ്പോൺസിബിലിറ്റി കാട്ടണം എന്ന് ആഗ്രഹിക്കുന്നത് സ്വാഭാവികമാണ്, കോടതി അത് പറയുന്നതും സ്വാഭാവികമാണ്. പക്ഷേ ഏതെല്ലാം കാര്യങ്ങളിൽ പ്രതിപക്ഷ നേതാവിന് അല്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തകന്, ഒരു നേതാവിന് ചോദ്യങ്ങൾ ചോദിക്കാം, അത് എത്രത്തോളം രാജ്യവിരുദ്ധമാകും, ഇത് തീരുമാനിക്കാനുള്ള അവകാശം കോടതിക്കുണ്ടോ എന്നത് മറ്റൊരു ചോദ്യം തന്നെയാണ്. ഇവിടെ നോക്കൂ, രാഹുൽ ഗാന്ധി ചോദ്യങ്ങൾ ചോദിച്ചു. ഒരു രാഷ്ട്രീയ നേതാവ് ചോദ്യങ്ങൾ ചോദിക്കണ്ടേ? തീർച്ചയായും ഇന്ത്യയുടെ അഖണ്ഡത പരിരക്ഷിക്കാൻ ഗവൺമെന്റിന് ചുമതലയുണ്ട്. അഖണ്ഡതയുടെ ഭാഗമാണ് 2000 സ്ക്വയർ കിലോമീറ്റേഴ്സ് ഭൂമി അവിടെ ഡെപ്സാങ് അല്ലെങ്കിൽ ഡംചോക്ക് മേഖലയിൽ നഷ്ടപ്പെട്ടു എങ്കിൽ, അല്ലെങ്കിൽ അരുണാചൽ പ്രദേശിൽ തത്തുല്യമായ ഭൂമി നഷ്ടപ്പെട്ടു എങ്കിൽ, നഷ്ടപ്പെട്ടു എന്നതിന് കൃത്യമായ തെളിവുകൾ ഹാജരാക്കാൻ ഒരുപക്ഷെ ചോദ്യം ചോദിക്കുന്ന ആളുടെ ആ സമയത്ത് കഴിയില്ല. ഒരുപക്ഷെ കേട്ടുകേൾവി ആയിരിക്കാം, അല്ല എങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള മറ്റേ തേർഡ് പാർട്ടി റെഫറൻസ് ആകാം. അപ്പൊ അങ്ങനെ നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കാൻ അദ്ദേഹം അന്ന് പാർലമെന്റ് മെമ്പർ തന്നെയാണ്. പാർലമെന്റിൽ അവസരം ഉണ്ടായിരുന്നു, അത് കോടതി അത് സൂചിപ്പിച്ചതിന് കുഴപ്പമൊന്നുമില്ല. പാർലമെന്റിൽ ചോദിക്കാമായിരുന്നല്ലോ. എന്തുകൊണ്ട് ഒരു പൊതു ഇടത്ത്, ഒരു പത്രസമ്മേളനത്തിൽ അല്ലെങ്കിൽ ക്യാമറ കണ്ണുകൾക്ക് മുമ്പിൽ അത് ചോദിച്ചു? അത് ഇന്ത്യയെ ഒരു മോശം ലൈറ്റിൽ അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ കാണിക്കില്ലേ എന്ന് കോടതി വാക്കാൽ ചോദിച്ചു. ഇതൊരു പ്രഖ്യാപനമല്ല, ഒരു നിലപാടല്ല, ഒന്നുമല്ല, ഒരു പരാമർശം മാത്രമാണ്. ആ പരാമർശത്തിന്റെ തലങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ വളരെ നമ്മൾ ഒരുപക്ഷെ ഉദ്ദേശിക്കുന്നതിനേക്കാൾ കൂടുതൽ തലങ്ങളാണ്. കാരണം ഇത് രാഹുൽ ഗാന്ധിക്ക് മാത്രമല്ല, ഏത് പൊതുപ്രവർത്തകനും ബാധകമാകുന്ന ഒരു കാര്യമാണ്. അങ്ങനെയെങ്കിൽ റെസ്പോൺസിബിലിറ്റി ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ അല്ലെങ്കിൽ ഭരണകൂടത്തിന്റെ റെസ്പോൺസിബിലിറ്റി എന്താണ്? പ്രതിപക്ഷം ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ന്യായമായ മറുപടി സഭയ്ക്കുള്ളിലും പുറത്തും നൽകുക. സഭയ്ക്കുള്ളിൽ നൽകുന്നത് ഔപചാരികമാണ്, പുറത്ത് നൽകുന്നത് ധാർമ്മികമാണ്. ആ മറുപടി പൂർണ്ണമായി ഇപ്പോഴും ലഭിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു മറുപടി ലഭിച്ചുവെന്ന്. പക്ഷേ എന്റെ അഭിപ്രായം ഇതാണ്, മറുപടി പറയാവുന്ന ഒരു ചോദ്യമല്ല ഈ 2000 കിലോമീറ്ററിനെ കുറിച്ച് ചോദിച്ചതെന്നാണ് എന്റെ സുചിന്തിതമായ അഭിപ്രായം. കാരണം ഇത് അതിർത്തി മേഖലയാണ്. 56 പോസ്റ്റുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമണം നടന്നിരിക്കുന്നു. ഇന്ത്യ ചില പോസ്റ്റുകൾ, ചൈനീസ് പോസ്റ്റുകൾ പിടിച്ചെടുത്തു. ചൈന ചില ഇന്ത്യൻ പോസ്റ്റുകൾ, കാവൽ പോസ്റ്റുകൾ പിടിച്ചെടുത്തു. അപ്പോൾ ചൈനയും ഇന്ത്യയും തമ്മിൽ ഏറെക്കാലമായി ഒരു ധാരണയുണ്ട്. അതിർത്തി സേനകൾ തമ്മിലുള്ള ധാരണയാണ്, ഒരു കാരണവശാലും വെടി ഉതിർക്കരുത്, ആയുധങ്ങൾ ഉപയോഗിക്കരുത്. അതുകൊണ്ടാണ് ഒരു മുഷ്ടി യുദ്ധം, ഒരുതരം ബ്രോളാണ്, അതാണ് അവിടെ സംഭവിച്ചത്. അതിനുശേഷം ടെറിട്ടറി നഷ്ടപ്പെട്ടോ എന്നതിനെക്കുറിച്ച് യാതൊരു പ്രസ്താവനയും നടത്തരുത് എന്നൊരു ധാരണയുമുണ്ട്. അത് എല്ലാ രാജ്യങ്ങളും തമ്മിലുള്ള ധാരണയാണ്. ഇതൊരു പബ്ലിക് സ്പേസിലേക്ക് പോകേണ്ട കാര്യമല്ല. ഒരുപക്ഷെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് പൂർണ്ണമായ അറിവുണ്ടാകാം എത്രത്തോളം ടെറിട്ടറി ഡിഫാക്ടോ അവിടെ നഷ്ടപ്പെട്ടിട്ടുണ്ട്, ചൈനീസ് കടന്നുകയറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എത്രത്തോളം പോസ്റ്റുകളാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. ഇതെല്ലാം തന്നെ വെടിവെപ്പായിരുന്നു. അത് അന്ന് ആ രൂപത്തിൽ തന്നെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. വലിയ നാശം സംഭവിച്ചിട്ടുണ്ട്, 2 ഭാഗത്തും ഉണ്ടായിട്ടുണ്ട്. അതാണ് ഇന്നലെ കോടതിയും പറഞ്ഞത്. ഈ ഏറ്റുമുട്ടലുണ്ടാകുമ്പോൾ 2 ഭാഗത്തും നാശനഷ്ടം ഉണ്ടാകുമല്ലോ എന്ന് വെച്ച് ആ നാശനഷ്ടത്തെക്കുറിച്ച് ചോദിക്കരുത് എന്നർത്ഥം വരുന്നില്ലല്ലോ. അപ്പോൾ നമുക്ക് സൈനികരുടെ രൂപത്തിലാണ് ആ നഷ്ടം സംഭവിച്ചത്. ഇന്ത്യയുടെ ഭൂമി അന്ന് എത്ര ചൈന കൈയടക്കിയെന്ന് അറിയില്ല. അങ്ങ് പറഞ്ഞതുപോലെ സർക്കാരിന് അറിയാമായിരിക്കാം. പക്ഷേ പിന്നീടും ഈ പറയുന്ന വലിയ രീതിയിലുള്ള സംഘർഷമൊന്നും ഉണ്ടായിട്ടില്ല എങ്കിലും ചൈനയുടെ ഭാഗത്തുനിന്ന് പ്രകോപനം ഉണ്ടായിട്ടുണ്ട്, അവകാശവാദം ഉണ്ടായിട്ടുണ്ട്, അന്നതൊക്കെ തലക്കെട്ടാവുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല
ലഡാക്കിലെ പ്രദേശങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് അവർ 2 കൗണ്ടികൾ, അതായത് 2 ജില്ലകൾ സ്ഥാപിക്കുകയാണെന്ന പ്രഖ്യാപനം ഉണ്ടായിട്ടില്ലേ? അരുണാചൽ പ്രദേശ് അവരുടേതാണെന്ന വാദം അവർ തുടരുന്നില്ലേ? അപ്പോൾ ഇതിൽ ചോദ്യം വേണ്ടേ? തീർച്ചയായും ചൈനയുടെ 5 ഫിംഗേഴ്സ് പോളിസിയുടെ പിന്നെ ഒരു ഭാഗമാണ് അരുണാചൽ പ്രദേശ്, മറ്റൊരു ഫിംഗറാണ് ലഡാക്ക്, നേപ്പാളാണ്, മറ്റൊന്ന് ഭൂട്ടാനാണ്, മറ്റൊന്ന് സിക്കിമാണ്. ഈ 5 ഫിംഗേഴ്സ് പോളിസിയുടെ 2 ഫിംഗേഴ്സ് ഇന്ത്യയിൽ തന്നെയാണ്. അത് കിഴക്ക് ഭാഗത്ത് അരുണാചൽ പ്രദേശും വടക്ക് കിഴക്ക് അരുണാചൽ പ്രദേശും വടക്ക് പടിഞ്ഞാറൻ ഭാഗത്ത് ലഡാക്കുമാണ്. ഈ 2 ഭാഗത്തും ചരിത്രപരമായി നമുക്ക് ഭൂമി നഷ്ടപ്പെട്ടിട്ടുണ്ട്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ 38,000 സ്ക്വയർ കിലോമീറ്റേഴ്സ് ഭൂമി 62-ലെ യുദ്ധത്തിൽ ചൈന പിടിച്ചെടുത്തു. അത് സിയാച്ചിൻ മേഖല ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഭൂമി പിടിച്ചെടുത്തു. നോക്കൂ, കേരളത്തിന്റെ മൊത്തം വിസ്തീർണം എന്ന് പറയുന്നത് കേവലം 42,000 ചതുരശ്ര കിലോമീറ്ററാണ്. ഏതാണ്ട് അത്രത്തോളം ഭൂമി ചൈന ആ ഭാഗത്ത് തന്നെ കൈവശപ്പെടുത്തി. പാകിസ്ഥാൻ അധീനതയിൽ അതിനേക്കാൾ ഭൂമിയുണ്ട്, ആസാദ് കാശ്മീർ എന്ന് അവർ വിളിക്കുന്ന പാക് ഓക്യുപ്പൈഡ് കാശ്മീർ. അപ്പൊ ഇന്ത്യയുടെ ഭൂമി ചരിത്രപരമായി നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് കോൺഗ്രസ് കാലത്താണോ നഷ്ടപ്പെട്ടത്, BJP കാലത്താണോ എന്നത് ഒരുപക്ഷെ രാഷ്ട്രീയ ഡിബേറ്റായി പോകും. നമുക്ക് അതിലേക്ക് നീങ്ങാതിരിക്കട്ടെ. അത് ചരിത്രമായി നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇവിടെ 2000 കിലോമീറ്ററിന്റെ കാര്യം രാഹുൽ ഗാന്ധി പറയുന്നത് കുറച്ചുകൂടി വ്യക്തത വേണം. രാഹുൽ ഗാന്ധിയുടെ 4 പ്രസ്താവനകൾ 4 സമയത്തായി നടത്തിയ ഭൂമിയെക്കുറിച്ച് ഒരിടത്ത് പറയുന്നു 4000 കിലോമീറ്റർ. അത് സ്ക്വയർ കിലോമീറ്റേഴ്സ് എന്നല്ല, വെറുതെ പറഞ്ഞു വെക്കുകയാണ് 4000 കിലോമീറ്റർ. ഞാൻ ഒരു ഏത് ഭാഗത്താണ് പറഞ്ഞത് എന്നത് കൃത്യമായിട്ട് എനിക്ക് അറിയില്ല, പക്ഷേ ഞാനത് എന്റെ ഓർമ്മയിലുണ്ട്. വേറൊരിടത്ത് പറയുന്നു 44,000 കിലോമീറ്റർ. ഒരുപക്ഷെ അത് ചരിത്രപരമായി നഷ്ടപ്പെട്ട ഭൂമിയെക്കുറിച്ചായിരിക്കാം. രാഹുൽ ഗാന്ധി പല കണക്കുകളും പറയുന്നു. ഒരു റെസ്പോൺസിബിൾ പൊളിറ്റീഷ്യൻ എന്ന നിലയിൽ രാഹുൽ ഗാന്ധി പ്രാഥമികമായി ചെയ്യേണ്ടത് ഇന്ന അറിവുകൾ വെച്ചുകൊണ്ട്, ഇന്ന വ്യക്തികളെ കോട്ട് ചെയ്തുകൊണ്ട്, ഇന്ന രേഖകൾ കോട്ട് ചെയ്തുകൊണ്ട് പറയേണ്ടതാണ്. ഇന്ന കാരണങ്ങളാൽ കൃത്യമായി പറയാനാവും. അതിന്റെ സ്ഥിരീകരണം പാർലമെന്റിൽ ഇതാ ഞാൻ ആവശ്യപ്പെടുന്നു. നാളിതുവരെ പാർലമെന്റിൽ രാഹുൽ ഗാന്ധി ഈ ഭൂമി നഷ്ടപ്പെട്ടതിനെ കുറിച്ച് യാതൊരു ചോദ്യവും ചോദിച്ചതായി ഒരു കോൺഗ്രസ് എംപിയും ചോദിച്ചതായി അറിവില്ല. ചോദിച്ചത് ഭാരതീയ ജനതാ പാർട്ടിയുടെ എംപിയാണ്. ആ ചോദ്യം ഒരു പ്രത്യേക ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ചോദ്യമാണ്. മുൻകാലങ്ങളിൽ കോൺഗ്രസ് സർക്കാരിന്റെ കാലത്ത് ഭൂമി നഷ്ടപ്പെട്ടതിനെ കുറിച്ച് കൃത്യമായി ഇപ്പോഴത്തെ ഗവൺമെന്റ് പറയാനുള്ള അവസരം ഇതൊരു വോളിബോൾ കളി പോലെയാണ്. ഒരാൾ ലിഫ്റ്റ് ചെയ്ത് കൊടുക്കുന്നു, മറ്റേ ആട്ടിച്ച് താക്കുന്നു. ഇത് തന്നെയാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. വലിയൊരു ക്യാറ്റ് ആൻഡ് മൗസ് ഗെയിമാണ്. ചോദ്യമുണ്ട്, ഈ കൃത്യം എന്ന് പറയുന്നതിൽ ചോദ്യമുണ്ട്. കൃത്യമാക്കുകയാണല്ലോ ചെയ്യുന്നത്. ഇപ്പോൾ എല്ലാം സംഭവിച്ചതും എല്ലാം നശിപ്പിച്ചതും ആദ്യ പ്രധാനമന്ത്രിയാണല്ലോ നെഹ്റു. അത് പറഞ്ഞിട്ടല്ലേ തുടങ്ങുകയുള്ളൂ, പറഞ്ഞ് അവസാനിപ്പിക്കുന്നതും അതിലാണല്ലോ. അതാണ് നമ്മുടെ മുന്നിലുള്ള ഈ കൃത്യം കണക്ക് എന്നുള്ളത്. ആ കൃത്യം കണക്ക് അതാണ്. കൃത്യം കണക്കിൽ കശ്മീരുമായി ബന്ധപ്പെട്ടും കുറെ കള്ളക്കണക്കുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. കശ്മീരിനെ പാകിസ്ഥാന് കൊടുക്കാൻ നോക്കിയതാണ് എന്നടക്കം നെഹ്റുവിനെ കുറിച്ച് കഴിഞ്ഞ പ്രസംഗത്തിൽ പോലും അത് പറയുകയുണ്ടായി. അപ്പോൾ എത്രത്തോളം അതിൽ യാഥാർത്ഥ്യമായി ചേർന്ന് നിൽക്കുന്ന ചോദ്യം അവിടെ നിൽക്കുകയാണ്. Debate with Smriti Parathikkad.